ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർ നടപടിയെടുക്കാൻ സമയക്രമം നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ നിർണായക വിധി. ബില്ലുകൾ തടഞ്ഞുവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്നും പരമാവധി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി വിധിച്ചു. 10 ബില്ലുകൾ പിടിച്ചുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി കോടതി റദ്ദാക്കി. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജികൾ മെയ് 13 പരിഗണിക്കാൻ മാറ്റി. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടിയെ തെറ്റായതും നിയമവിരുദ്ധവും എന്നാണ് ഉത്തരവിൽ സുപ്രീം കോടതി വിമർശിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർക്ക് മുൻപിലെത്തിയാൽ ആർട്ടിക്കിൾ 200 ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. അനുമതി നിഷേധിച്ച് തിരിച്ചയച്ച ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. ബില്ലുകൾ തടഞ്ഞുവയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്നും ജസ്റ്റിസ് JB പർദിവാല ഉത്തരവിൽ പറഞ്ഞു. തമിഴ്നാട് പാസാക്കിയ 10 ബില്ലുകൾക്കും സുപ്രീം കോടതി അംഗീകാരം നൽകി. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാണെന്ന് തെളിയുമെന്ന BR അംബേദ്കറുടെ വാക്കുകൾ പരാമർശിച്ചായിരുന്നു ജസ്റ്റിസ് JB പർദിവാല ഉത്തരവ് വായിച്ച് അവസാനിപ്പിച്ചത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് JB പർദിവാലയുടെ ഈ വിധി സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. എന്നാൽ പർദിവാലയുടെ ബെഞ്ചിലേക്ക് ഹർജി വിടണമെന്ന കേരളത്തിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് അംഗീകരിച്ചില്ല. 23 മാസമായി ബില്ലുകൾ തടഞ്ഞു വച്ചിരിക്കുന്നുവെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചു. ഇന്നത്തെ വിധിയുടെ പരിധിയിൽ വരുമോ എന്നത് പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. R. അച്യുതൻ, 24, ഡൽഹി. സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയും BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് നേട്ടവുമാണ്. ഗവർണർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നീക്കങ്ങൾക്കുള്ള താക്കീതായി വിധി വിലയിരുത്തുന്നു. അതേസമയം സുപ്രീം കോടതി വിധി ജനാധിപത്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർ സർക്കാർ പോരിൽ നിർണായകമാണ് സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിന്റെ വിധി. ഗവർണർമാർക്ക് ബില്ലുകളിൽ അടയിരിക്കാൻ അധികാരമില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വിധിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അയച്ച ഇവ വൈകിപ്പിക്കാനുള്ള നീക്കത്തിന് ഇന്നത്തെ വിധി തടയിട്ടിരിക്കുകയാണ്. ഗവർണർ സർക്കാർ പോരിനൊടുവിൽ 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു കേരളം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ 23 മാസം വരെ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. പൊതു ആരോഗ്യ ബില്ലടക്കം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിടുന്ന ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്ന നടപടി ജനങ്ങളോടും നിയമസഭാംഗങ്ങളോടുമുള്ള നീതികേടെന്നും കോടതിയിൽ കേരളം വാദിച്ചിരുന്നു. ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചുവയ്ക്കുന്ന ഗവർണർമാരുടെ നീക്കം ചെറുക്കാൻ BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് വിധി കരുത്താകും. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരെയുള്ള താക്കീതാണ് വിധിയെന്നും ജനാധിപത്യത്തിന്റെ വിജയമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യത്തെ കൂടി അംഗീകരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതെന്ന് നിയമമന്ത്രി P. രാജീവ്. ജനാധിപത്യ വിരുദ്ധ, ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത്. ഗവർണറാണ് ശരിയെന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും പ്രതികരിച്ചു. BJP ഇതര സംസ്ഥാനങ്ങളെ ഗവർണറെ കൊണ്ട് നേരിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് CPM-ഉം കോടതി വിധിയെ ചർച്ചയാക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം വിശേഷിച്ചു 3 മാസത്തിനകം തീരുമാനമെന്ന നിർദ്ദേശം കോടതി വച്ചതോടെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകണം. കേരളത്തിന്റെ ഹർജിയിലും സമാനമായ നീക്കമുണ്ടാകുമോ എന്നതാണ് ഇനി നിർണായകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24, തിരുവനന്തപുരം. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിലായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. കേന്ദ്രത്തിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാണ് ആവശ്യം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെ നൽകിയ ഹർജികൾ ഈ മാസം 16 സുപ്രീം കോടതി പരിഗണിക്കും. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി.
നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും വിവരമുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതിക്ക് മുമ്പിലേക്ക് എത്തിയതോടെ നിയമം സ്റ്റേ ചെയ്യരുതെന്നാവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം കൈക്കൊള്ളരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ ഉടൻ വാദം കേൾക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഹർജികൾ ഈ മാസം 16-ന് സുപ്രീം കോടതി പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും ഹർജികൾ ഉടൻ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മുസ്ലിം ലീഗും സമസ്തയും കോൺഗ്രസും ഉൾപ്പെടെ നൽകിയ 14 ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. നിയമ പോരാട്ടത്തിന് പുറമെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 24 ഡൽഹി. DCCകളെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള തീരുമാനത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അംഗീകാരം. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ പരിഗണന കിട്ടും. ഈ വർഷം സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർണായക തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ 5 മണിക്കൂറോളമാണ് പ്രവർത്തക സമിതി യോഗം ചേർന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വീഴ്ച പാടില്ലെന്നാണ് നിലപാട്. താഴേക്കിടയിൽ നിന്ന് തന്നെ നല്ല നിർദ്ദേശങ്ങൾ വരണം. ഇതിന് DCCകൾക്ക് കൂടുതൽ കരുത്തു നൽകണം. We are going to have a massive organizational reshuffle. We are going to forming guidelines for the reorganizations. Our in charges and general secretaries are on the job of doing all these things. DCC അധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കും. ചർച്ചയിൽ ചില PCC അധ്യക്ഷന്മാർ എതിർപ്പ് രേഖപ്പെടുത്തി. DCC അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശം ഉയർന്നു. കോൺഗ്രസിന് ഇത് പുനഃസംഘടനയുടെ വർഷമാണ്. വിപുലമായ പുനഃസംഘടന ഉറപ്പെന്നും KC വേണുഗോപാൽ യോഗത്തിന് ശേഷം പറഞ്ഞു. BJP സർക്കാരിന്റെ അധികാരകാലത്ത് ഗുജറാത്തിലുണ്ടായ പിന്നാക്കാവസ്ഥയെക്കുറിച്ചും സംസ്ഥാനത്തെ തിരിച്ചുവരവിനെക്കുറിച്ചും കോൺഗ്രസ് പ്രമേയം പാസാക്കി. വിവിധ ദേശീയ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രമേയമുണ്ട്. നാളെ സബർമതി തീരത്ത് നടക്കുന്ന AICC സമ്മേളനത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും. നരേന്ദ്രമോദിയുടെയും BJPയുടെയും കോട്ടയിൽ നിന്നാണ് തിരിച്ചുവരവിനുള്ള ചർച്ചകൾ കോൺഗ്രസ് തുടങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ജില്ലാ നേതൃത്വത്തിന് കൂടുതൽ പരിഗണന ലഭിക്കും. അഹമ്മദാബാദിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഔദ്യോഗിക സന്ദർശനത്തിനായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി. UAE ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടായതായി ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹംദാനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വീകരിച്ചു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി. ദുബായ് കിരീടാവകാശിക്ക് പ്രധാനമന്ത്രി ഉച്ചവിരുന്നും നൽകി. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചർച്ചകളുണ്ടായതായി ഷെയ്ഖ് ഹംദാൻ എക്സിൽ കുറിച്ചു. തുടർന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ന് തന്നെ ഷെയ്ഖ് ഹംദാൻ മുംബൈയിലേക്ക് തിരിക്കും. അവിടെ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് നേതാക്കളുമായി റൗണ്ട് ടേബിൾ ചർച്ചയിൽ പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ചർച്ച ചെയ്യും. ദുബായ് കിരീടാവകാശിയായ ശേഷമുള്ള ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. 24 ഡൽഹി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ തകർന്ന ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് തിരിച്ചു കയറി. സെൻസെക്സ് 1000 പോയിന്റിലധികം നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയിലും 300 പോയിന്റിന്റെ മുന്നേറ്റമുണ്ടായി. ഇന്നലത്തെ വൻ തകർച്ചയിൽ നിന്ന് ഒട്ടുമിക്ക ഏഷ്യൻ വിപണികളും നേരിയ ഉണർവ് ഇന്ന് പ്രകടിപ്പിച്ചു. അതേസമയം ചൈനയ്ക്കെതിരായ പകരച്ചുങ്ക നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ട്രംപിനോട് ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പ്രഖ്യാപിച്ച തീരുവ മരവിപ്പിക്കുമെന്ന വാർത്തകൾ അതേസമയം വൈറ്റ് ഹൗസ് തള്ളി. ലഹരിക്കെതിരായ കേരള യാത്ര SKN40 പിന്തുണയുമായി സ്വയംവര സിൽക്സ്. പാലക്കാട് സ്വയംവര സിൽക്സ് സന്ദർശനത്തിനിടെ ഷോറൂമിലെത്തിയ ആളുകളും SKN40 ജനകീയ യാത്രയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ലഹരിക്കെതിരെ നാടിനെ മുഴുവൻ ഒറ്റക്കെട്ടായി രംഗത്തിറക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് SKN40 കേരള യാത്ര. കത്തുന്ന വെയിലിലും തളരാതെ കരിമ്പനകളുടെ നാട്ടിൽ പര്യടനം നടത്തുന്ന ജനകീയ യാത്ര
പാലക്കാട് സ്വയംവര സിൽക്സിന്റെ പുതിയ ഷോറൂമിലുമെത്തി. സ്വയംവര സിൽക്സിന്റെ അഡ്വക്കേറ്റ് ആർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സുഹൃത്തുക്കളും യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഫ്രണ്ടിലോട്ട് ഇറങ്ങണ്ട, ഫ്രണ്ടിലൊക്കെ സാറൊക്കെ ഉണ്ടല്ലോ, അങ്ങയുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. സ്വയംവര സിൽക്സിന്റെ 9ാമത്തെ ഷോറൂമാണ് പാലക്കാട് കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKന്റെയും 24ന്റെയും യാത്രയിൽ തുടർന്നും പിന്തുണയുണ്ടാകുമെന്ന് സ്വയംവര സിൽക്സിലെത്തിയ ആളുകളും പറഞ്ഞു. 24 പാലക്കാട്. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമ സുൽത്താനയുടെയും നടൻ ശ്രീനാഥ് ഭാസിയുടെയും ചാറ്റ് വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു. ഇടപാടിനായി ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചത് പെൺസുഹൃത്തിന്റെ സിം കാർഡ് എന്നാണ് കണ്ടെത്തൽ. പെൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ്. മലയാള സിനിമയിൽ ശ്രീനാഥ് ഭാസി അടക്കം 3 നടന്മാരുമായി ലഹരി ഇടപാടുണ്ടെന്നാണ് പ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴി. തസ്ലീമയും ശ്രീനാഥ് ഭാസിയും ലഹരിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു. തിരുവനന്തപുരം സ്വദേശിനിയായ പെൺസുഹൃത്തിന്റെ സിം കാർഡ് ഉപയോഗിച്ചാണ് ശ്രീനാഥ് ഭാസി തസ്ലീമയെ ബന്ധപ്പെട്ടത്. നിലവിൽ ഈ പെൺസുഹൃത്തിനെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം. പെൺസുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിയത് ഇവർ വഴിയാണോ എന്നാണ് സംശയം. ബാംഗ്ലൂരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് 3 ദിവസമാണ്. ഈ 3 ദിവസവും ലഹരിയുടെ ഇടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് ആർക്കൊക്കെ കഞ്ചാവ് കൈമാറിയെന്നും അന്വേഷിച്ചു വരികയാണ്. തസ്ലീമയുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. ഇവരുടെ ഫോണിലെ ചാറ്റ് ഹിസ്റ്ററി വീണ്ടെടുക്കുന്നതാണ് കേസിൽ നിർണായകം. ശേഷം ചോദ്യം ചെയ്യാനായി ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് അയക്കാനും പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 ആലപ്പുഴ. കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട. മുംബൈയിൽ നിന്നെത്തിച്ച 258 ഗ്രാം ബ്രൗൺ ഷുഗർ പോലീസ് പിടികൂടി. തലശ്ശേരി സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തു. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് അക്രം, ഷുഹൈബ്, നാസർ എന്നിവരാണ് പ്രതികൾ. മുംബൈയിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസിലാണ് ബ്രൗൺ ഷുഗർ തലശ്ശേരിയിൽ എത്തിച്ചത്. ഇവർ ലഹരി മരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇതിൽ മുഹമ്മദ് അക്രം മുംബൈയിൽ ലഹരി കേസ് പ്രതിയാണ്. കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം കാസർഗോഡ് കുമ്പളയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 6.9 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. ഷിറിബാഗുലു സ്വദേശി മുഹമ്മദ് സുഹൈൽ, എടനാട് സ്വദേശി മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് മുക്കത്ത് 1.34 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയും പിടിയിലായി. ഇന്നലെ രാത്രി വാഹന പരിശോധനയ്ക്കിടെയാണ് ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കോഴിക്കോട്ടെത്തിച്ച് വിൽപ്പന നടത്തുന്ന മെഹാ ഹസൻ അലിയെ എക്സൈസ് പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. കൊല്ലം പത്തനാപുരത്ത് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചതിന് നാട്ടുകാർ പിടികൂടിയ പോലീസുകാർക്കെതിരെ വകുപ്പുകൾ നടപടി. ഗ്രേഡ് SI സുമേഷ്, CPO മഹേഷ് എന്നിവരെ കൊട്ടാരക്കര റൂറൽ SP സാബു മാത്യു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. 24 വാർത്തയെ തുടർന്നാണ് നടപടി. 2 ദിവസം മുമ്പാണ് അർദ്ധരാത്രിയോടെ പത്തനാപുരം പട്ടണത്തിൽ കൺട്രോൾ റൂം വാഹനത്തിലെത്തിയ 2 പോലീസുകാർ മദ്യപിച്ച് ലക്കുകെട്ടിരിക്കുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. സ്ഥലത്തു നിന്നും കടന്നുകളയാൻ ശ്രമിച്ച ഇരുവരെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. പോലീസ് വാഹനത്തിനുള്ളിൽ മദ്യക്കുപ്പികൾ ഉൾപ്പെടെ നാട്ടുകാർ കണ്ടെത്തി. ഇതോടെ തടഞ്ഞു നിർത്തിയവരെ ഇടിച്ചു തെറിപ്പിക്കും വണ്ണം അപകടകരമായ നിലയിൽ വാഹനമോടിച്ച പോലീസുകാർ കടന്നുകളഞ്ഞു. ഈ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് കൺട്രോൾ റൂം ഗ്രേഡ് SI സുമേഷ്, CPO മഹേഷ് എന്നിവരെ തിരിച്ചറിഞ്ഞത്. ലഹരിക്കെതിരായി വേട്ട നടത്തുന്ന പോലീസുകാർ തന്നെ പോലീസ് വാഹനത്തിൽ മദ്യപിച്ച് കറങ്ങി നടന്നത് വലിയ നാണക്കേടാണ് സേനയ്ക്കുണ്ടാക്കിയത്. ഇതോടെ ഇരുവർക്കുമെതിരെ വകുപ്പുതല നടപടിയുടെ ഭാഗമായി റൂറൽ SP സാബു മാത്യു അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. റൂറൽ SP നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. അടുത്ത ദിവസം തന്നെ ഇരുവരും നേരിട്ടെത്തി സംഭവത്തിൽ വിശദീകരണം നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. മദ്യപിച്ച് ജോലിക്കെത്തിയതിന് സുമേഷ് ഇതിനു മുമ്പും വകുപ്പുതല ശിക്ഷാ നടപടി നേരിട്ടിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ജയിൽ വാർഡന് പരിക്കേറ്റു. ജയിൽ വാർഡൻ അഖിൽ മോഹന്റെ കൈക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ജയിലിലെ റിമാൻഡ് തടവുകാരായ അഖിൽ ഗണേഷിനും അജിത് ഗണേഷിനുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ സ്വയം കാർ ഓടിച്ചു മലയാളിയായ വി ശ്രീകുമാർ നടത്തിയ യാത്ര വിജയകരമായി പൂർത്തിയാക്കി. സ്വദേശമായ എറണാകുളം കാലടിയിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുൺ മുഖ്യാതിഥിയായി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം ചടങ്ങിൽ ശ്രീകുമാറിന് സമ്മാനിച്ചു. എറണാകുളം കാലടി സുകുമ എന്റർപ്രൈസസ് പരിസരത്താണ് ശ്രീകുമാർ നടത്തിയ ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പീഡിഷന് സമാപനമായത്. തുടർന്ന് നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുൺ മുഖ്യാതിഥിയായി. എനിക്കറിയാം സിക്കിമിലെയും ഹിമാചലിലെ മറ്റു പല പ്രദേശങ്ങളിലെയും വഴികൾ എത്രമാത്രം ദുർഘടമാണെന്നുള്ളത്. അത് ഒറ്റയ്ക്ക് താണ്ടുക ദിവസങ്ങളോളം. യാത്ര പൂർത്തിയാക്കിയ ശ്രീകുമാറിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രതിനിധി പ്രശംസാപത്രവും ബാഡ്ജും സർട്ടിഫിക്കറ്റും കൈമാറി. രാത്രിയായാൽ ആ ഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുക. നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ ഉറങ്ങും. അവിടെ കിട്ടുന്ന ഭക്ഷണം, അല്ലാതെ നമ്മളവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാറില്ല. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ V അരവിന്ദ് ആശംസകൾ നേർന്നു. കാലടി റോട്ടറി ക്ലബ്ബും പൗരപ്രമുഖരും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 24 കൊച്ചി. കാസർഗോഡ് ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന യുവതിയെ കടമുറിക്കകത്ത് പെയിന്റ് ടിന്നർ ഒഴിച്ച് തീ കൊളുത്തി. തൊട്ടടുത്ത് ഫർണിച്ചർ കട നടത്തുന്ന തമിഴ്നാട് സ്വദേശി രാമാമൃതം അറസ്റ്റിലായി. മദ്യപിച്ച് ശല്യം ചെയ്യുന്നതിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ഈ ആക്രമണം. ബേഡകം മണ്ണിടുക്കിയിൽ പലചരക്ക് കട നടത്തുന്ന രമിതയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അടുത്ത മുറിയിൽ ഫർണിച്ചർ കട നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി രാമാമൃതമാണ് യുവതിയെ തീ കൊളുത്തിയത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. രാമാമൃതം പതിവായി മദ്യപിച്ചെത്തി ശല്യം ചെയ്യുന്നതിനെതിരെ യുവതി ബേഡകം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി രാമാമൃതത്തോട് കടമുറിയൊഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ കടയിലെത്തിയ രാമാമൃതം യുവതിയുടെ ശരീരത്തിൽ തിന്നറൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നിരന്തരം കള്ളു കുടിച്ചിട്ട് പീടികരെടുത്ത് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വല്ലാതെ ഓള ശല്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. കസ്റ്റമർക്കൊന്നും അവിടെ സാധനം വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അണ്ണനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അതിൻ്റെ ഒരു പകയാണ് ഈ ഒരു ശ്രമത്തിന് പിന്നിലെ. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആദ്യം കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. 50% പൊള്ളലേറ്റ യുവതി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 24 കാസർഗോഡ്. മകളെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ വിചാരണ നേരിട്ട മഞ്ചേരിയിലെ ശങ്കരനാരായണൻ മരിച്ചു. 2001 13-കാരി കൃഷ്ണപ്രിയ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ശങ്കരനാരായണൻ മരിച്ചത്. ഇന്ന് ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. 2001 ഫെബ്രുവരി 9 കൃഷ്ണപ്രിയ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയ പ്രതി 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടു. ശങ്കരനാരായണൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ശങ്കരനാരായണന് സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. കേസിൽ ശങ്കരനാരായണന് വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. 24 മലപ്പുറം. കണ്ണൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 187 വർഷം തടവും 9 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കണ്ണൂർ ആലക്കോട് സ്വദേശി കക്കാട് വളപ്പിൽ മുഹമ്മദ് റാഫിയെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത്. മദ്രസയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയെയാണ് മുഹമ്മദ് റാഫി പീഡിപ്പിച്ചത്. സ്വർണ്ണമോതിരം നൽകി പെൺകുട്ടിയെ സ്വാധീനിച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയെന്നായിരുന്നു കേസ്. ഇയാൾക്കെതിരെ മറ്റൊരു പോക്സോ കേസുകൂടി നിലവിലുണ്ട്. ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് പരോൾ അനുവദിച്ചു. 2 ആഴ്ചത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവിക നടപടി എന്നാണ് ജയിൽ വകുപ്പിന്റെ പ്രതികരണം. 14 വർഷത്തെ ശിക്ഷാ കാലയളവിൽ ഇതുവരെ കിട്ടിയത് 500 ദിവസത്തെ പരോളാണ്. ശിക്ഷാ ഇളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വിവാദമായി മരവിപ്പിച്ചതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ നടപടി. ഏപ്രിൽ 5 മുതൽ 15 വരെ 10 ദിവസത്തെ പരോളാണ് ഷെറിന് അനുവദിച്ചിട്ടുള്ളത്. 3 ദിവസം യാത്രയ്ക്കായി അനുമതി നൽകിയിട്ടുണ്ട്.
14 വർഷത്തെ ജയിൽവാസത്തിനിടയിൽ 500 ദിവസത്തിലധികം ഷെറിന് ഇതോടെ പരോൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സ്വാഭാവിക നടപടിയെന്നാണ് വിഷയത്തിൽ ജയിൽ വകുപ്പിന്റെ പ്രതികരണം. ഷെറിന് മാനസാന്തരം വന്നെന്നും നല്ല നടപ്പെന്നും വിലയിരുത്തി അടുത്തിടെയാണ് ജയിൽ ഉപദേശക സമിതി ഇവരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. 25 വർഷത്തിലധികമായ തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് 14 വർഷം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ മോചിപ്പിക്കാൻ ശ്രമമുണ്ടായത്. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ഡിസംബറിൽ നൽകിയ ശുപാർശ പരിഗണിച്ചായിരുന്നു മന്ത്രിസഭാ തീരുമാനം. 24 തിരുവനന്തപുരം. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് നിഷാമിന് ഹൈക്കോടതി പരോൾ അനുവദിച്ചു. കഴിഞ്ഞ 3-ാം തീയതിയാണ് ഹൈക്കോടതി മുഹമ്മദ് നിഷാമിന് പരോൾ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിനോട് വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ വ്യവസ്ഥ നിശ്ചയിക്കുന്നത് മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ. 2016-ൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് കഴിയുകയാണ് നിഷാം. സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ടശാങ്കടവ് സ്വദേശി ചന്ദ്രബോസിനെ ജീപ്പ് പിടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മുഹമ്മദ് നിഷാം ജയിലിലായത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി CPO റാങ്ക് ഹോൾഡേഴ്സ്. ഉദ്യോഗാർത്ഥികൾ കയ്യിൽ കർപ്പൂരം കത്തിച്ചു പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. നിരാഹാര സമരം 7-ാം ദിവസം പിന്നിടുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. കയ്യിൽ കർപ്പൂരം കത്തിച്ചുള്ള പ്രതിഷേധം കൂടുതൽ വൈകാരികമായി. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു റാങ്കിൽ വന്നിട്ട് ജോലിയില്ലാത്ത അവസ്ഥ. ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാണുമ്പോൾ, സ്വയം വേദനിക്കുന്ന കാണുമ്പോൾ എന്താ പറയുക, അവർക്കും വിഷമമാണ്. തിരിച്ച് വിളിക്കുക എന്നല്ലാണ്ട് ഞങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ഇപ്പം ശാരീരികമായിട്ട് വേദനയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്ത് ചെയ്യാൻ തയ്യാറാണ്. അതതിന് തീ വെച്ചത് കയ്യിൽ. സെക്രട്ടേറിയറ്റിനു മുന്നിലെ നടപ്പാതയിലെ ഇന്റർലോക്കിലൂടെ മുട്ടിലിഴഞ്ഞു നടത്തിയ സമരത്തിനിടയിൽ ചിലർ തല കറങ്ങി വീണു. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവിൽ കിടക്കുന്ന, അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റാതെ. അത്രയധികം പറ്റണില്ല. ചുട്ടുപൊളി ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റണില്ല. ഈ മാസം 19-നാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. സമയം അവസാനിക്കുന്നതിന് മുൻപ് പരമാവധി നിയമനം നടത്തുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 12 ദിവസം പിന്നിട്ടു. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. 24 തിരുവനന്തപുരം. ആശാവർക്കേഴ്സിന്റെ സമരത്തെ തള്ളി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തെന്നും ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്തെഴുതി. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 3 തവണയും നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരുമായി 2 തവണയും നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് തൊഴിൽ മന്ത്രിയുമായി ആശാ വർക്കേഴ്സ് കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ച തൃപ്തികരമെന്നായിരുന്നു ആശമാരുടെ ആദ്യ പ്രതികരണം. എന്നാൽ സമരത്തെ മന്ത്രി വി ശിവൻകുട്ടി പൂർണ്ണമായും തള്ളി. അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി. 5 പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി, 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി പോയി. ഇത്രയധികം ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അവകാശങ്ങൾ പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്നും മന്ത്രിയുടെ നിലപാട് സമരക്കാരെ അവഹേളിക്കാനെന്നും ആശാ വർക്കേഴ്സ്. കമ്മിറ്റി വെച്ചിട്ട് എന്ത് പഠിക്കാനാണ്? ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കാം, പക്ഷെ അതിന് 3 മാസത്തെയോ 1 മാസത്തെയോ പോലും സാവകാശത്തിൽ വേണ്ട. കാരണം എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് 2 മാസം കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതൊന്ന് ക്രോഡീകരിച്ച് ഇറക്കുക എന്നുള്ളത് മാത്രമേ ഇനി സർക്കാരിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറയുന്നത് ഞങ്ങൾ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ്. ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്തയച്ചു. സമരത്തിന് പിന്നിൽ വിമോചന സമരക്കാരാണെന്ന പരാമർശം വേദനിപ്പിച്ചെന്നും കത്തിലുണ്ട്. ഈ മാസം 12-ന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസംഗമം അടക്കം നടത്തി സമരം ശക്തിപ്പെടുത്താനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.
മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സിറാജുദ്ദീനുമായി പോലീസിന്റെ തെളിവെടുപ്പ്. മരണം സംഭവിച്ച ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ശ്വാസം മുട്ടി മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ചതെന്ന് ഡ്രൈവർ അനിൽ 24-നോട് പറഞ്ഞു. ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മരണം സംഭവിച്ച ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് പെരുമ്പാവൂരിലെ വീട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. യുവതിയുടെ ആദ്യ പ്രസവം ഒഴികെ 3 പ്രസവങ്ങളും വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ. അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ 5 വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ പ്രസവിച്ച അസ്മ മരിച്ചത് രാത്രി 9 മണിയോടെയാണ്. പുലർച്ചെ 3 മണിയോടെ ആംബുലൻസ് വിളിച്ചു. ശ്വാസം മുട്ടി മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്നാണ് ആംബുലൻസ് ഡ്രൈവർ അനിലിനെ അറിയിച്ചത്. തുണിയിലും പായയിലും പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. നമുക്ക് ഏകദേശം 2:30 ടൈമിലാണ് കോള് വരുന്നത്. കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. പറഞ്ഞു പ്രായം ചെന്ന ഒരാളാണ്, പിന്നെ ശ്വാസം മുട്ട് പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പം കാണുന്ന കാഴ്ച കട്ടിലയിൽ ബോഡി തുണിയിൽ പൊതിഞ്ഞ് പായിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ഞങ്ങൾ കണ്ടത്. സംഭവത്തിൽ പങ്കുള്ള കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. 24 മലപ്പുറം. വീട്ടിലെ പ്രസവത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാണ്. പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസെടുക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ചികിത്സ നിഷേധിക്കുന്നത് കുറ്റകരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോട്ടയത്തും മലപ്പുറത്തും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മാസപ്പടി കേസിൽ വീണ വിജയനെ SFIO പ്രതിയാക്കിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ചാണ്ടിയുമ്മൻ MLA യുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ KK റോഡ് ഉപരോധിച്ചു. കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായി ഇർഷാദ് ബഷീറിനും അജു ജോർജിനും പരിക്കേറ്റു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. പി ജയരാജനെ പ്രകീർത്തിച്ച് CPM ശക്തി കേന്ദ്രങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കൾ. പി ജയരാജന് ഒരുപാട് ആരാധകരുണ്ട് എന്നും ജയരാജൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണെന്നുമായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. അതേസമയം പി ജയരാജനെ പുകഴ്ത്തി ഫ്ലക്സ് സ്ഥാപിച്ചതിനെ തള്ളി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്തെത്തി. ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് പി ജയരാജൻ. അദ്ദേഹത്തെ തുണ്ടം വെട്ടി കയ്യ് ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞുപോയി. അദ്ദേഹത്തെ ഇന്ന് ജീവിച്ചിരിക്കാൻ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി. ഈ പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത മനക്കരുത്ത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആത്മധൈര്യം. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കണ്ണൂരിൽ അദ്ദേഹത്തിനോട് വലിയ സ്നേഹമാണ്, വലിയ ആവേശമാണ്. അവർ കണ്ണേ കരളെ എന്നെല്ലാം വിളിക്കും, ചെന്താരം എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം അങ്ങനെയുള്ള ആരാധന അതിര് കടന്നു പോകുന്നു എന്ന് തോന്നിയപ്പോഴായിരിക്കും പാർട്ടി കമ്മിറ്റി എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുക. അതല്ലാതൊന്നുമില്ല. EMS ഒരിക്കൽ പറഞ്ഞു, പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല, പാർട്ടി മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളെക്കാൾ വലുതായി ഒരു നേതാവുമില്ല. പാർട്ടിയിൽ വ്യക്തിയല്ല, പാർട്ടിയാണ് ഏറ്റവും വലുത്.
ജയരാജനല്ല എം വി ജയരാജനല്ല, ഏറ്റവും വലുത് CPIM ആണ്. ഓക്കെ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MBയെ ED ചോദ്യം ചെയ്തു. 7.5 മണിക്കൂറാണ് കെ രാധാകൃഷ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. താൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ വിവരങ്ങളാണ് ചോദിച്ചതെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കേസിൽ 2ാം ഘട്ട കുറ്റപത്രം നൽകാനുള്ള ഒരുക്കത്തിലാണ് ED. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലക്കാട് മുണ്ടൂർ സ്വദേശി അലൻ ജോസഫിന് നാടിന്റെ അന്ത്യാഞ്ജലി. മുണ്ടൂർ കയറംകോടം വീട്ടിലേക്ക് അലന് വിട നൽകാൻ നിരവധി പേരാണ് എത്തിയത്. മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അമ്മ വിജിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കയറംകോടം എന്ന ചെറിയ ഗ്രാമം വലിയ ദുഃഖത്തിൽ ഇന്ന് നീറി. കാട്ടാനയെടുത്തത് അവരുടെ പ്രിയപ്പെട്ടവന്റെ ജീവനാണ്. തകർത്തത് ഒരു വീടിന്റെ സന്തോഷമാണ്. 8:30 അലൻ ജോസഫിന്റെ മൃതദേഹം കയറംകോടം കണ്ണാടൻചോലയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. അമ്മ വിജി കാട്ടാനയുടെ ആക്രമണത്തിൽ തോളലിനും നട്ടെല്ലിനും പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്ട്രക്ചറിൽ വീട്ടിലേക്ക് എത്തിച്ചു. കണ്ടുനിന്നവർക്കൊന്നും കണ്ണീരടക്കാനായില്ല. MLA-മാരായ A. പ്രഭാകരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഈ കുടുംബത്തിനൊരു ജോലി കിട്ടണം എന്നുള്ളതൊരു അനിവാര്യത തന്നെയാണ്. അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറം എന്ത് കൊടുത്താൽ ഈ മരണത്തിന് പകരമാകും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഉച്ചയ്ക്ക് ശേഷം മൈലംപുള്ളി ചർച്ച് ഓഫ് ഗോഡ് ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. ശനിയാഴ്ച രാത്രി 7:30 വീടിന്റെ തൊട്ടടുത്തു വെച്ച് നടന്നു വരികയായിരുന്ന അലനെയും അമ്മ വിജിയെയും കാട്ടാന ആക്രമിച്ചത്. 24 പാലക്കാട്. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 4 മരണം. കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കൊല്ലം ആയൂരിൽ ബൈക്ക് അപകടത്തിൽ നവവധുവിന് ദാരുണാന്ത്യം. അഴീക്കലിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഇന്ന് പുലർച്ചെ 2:30 കോട്ടയം നാട്ടകത്ത് വാഹനാപകടമുണ്ടായത്. MC റോഡിലൂടെ വന്ന ബൊലേറോ ജീപ്പ് നിയന്ത്രണം നഷ്ടമായി എതിരെ വന്ന ലോറിയിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വാഹനമോടിച്ചിരുന്ന ഡ്രൈവറും സഹയാത്രികനും മരിച്ചു. തൊടുപുഴ സ്വദേശി സനുഷ്, തമിഴ്നാട് സ്വദേശി കനയ എന്നിവരാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായ 3 പേരെ ಗುರುತರ ಪರಿಕುಗಳೋಡೆ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಪ್ರವೇಶಿಸಿತು. ಎರಡೂವರೆಗೆ ನಾನು ಆ ಸೈಡ್ ನನ್ನ ರೂಟಲ್ಲಿ ಬರ್ತಾ ಇದ್ದೆ. ಅವರು ಸ್ವಲ್ಪ ಸ್ಪೀಡ್ ಜಾಸ್ತಿ ಬಂದು ಅವರೇ ಬಂದು ಹೊಡೆದಿದ್ದಾರೆ. കൊല്ലമായൂരിൽ കാറും ബുള്ളറ്റ് ബൈക്കും കൂട്ടിയിടിച്ച് നവവധുവിന് ദാരുണാന്ത്യം. ആയൂർ സ്വദേശിനി സാന്ദ്ര വിൽസനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴീക്കൽ ആയിരന്തങ്ങ് പാലത്തിൽ വെച്ച് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. അഴീക്കൽ ചെമ്പകശ്ശേരിയിൽ സുനിൽകുമാറാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് സുനിൽകുമാറിനെ മാന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ ആലമ്പീടിക സ്വദേശി രാജേഷ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. കേരളത്തിലെ മികച്ച സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ലൂമിനർ ടെക്നോലാബിന്റെ അലുമിനി മീറ്റ് നടന്നു. കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന ലൂമിനർ എക്സലൻസിയ 2025 1000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു. വിവിധ കമ്പനികളിൽ പ്ലേസ്മെന്റ് ലഭിച്ച ലൂമിനറിന്റെ 250 എഞ്ചിനീയർമാരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ താരങ്ങളായ സൈജു കുറുപ്പ്, മാത്യു തോമസ്, ഗോവിന്ദ് പത്മസൂര്യ, വിശാഖ് നായർ, ലയ മാമൻ, ഐശ്വര്യ രാജൻ, മാളവിക മേനൻ, ഹരിപ്രശാന്ത്, സച്ദേവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിലവിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലൂമിനർ ക്യാമ്പസുകൾ ഉള്ളത്. ഓൺലൈൻ ക്ലാസുകളുമുണ്ട്. വരും മാസങ്ങളിൽ കോട്ടയം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ ക്യാമ്പസ് ആരംഭിക്കുമെന്ന് ലൂമിനർ ടെക്നോലാബ് സിഇഒയും MD-യുമായ രാഹുൽ M. കുമാർ അറിയിച്ചു. ഭീമ ജ്വല്ലറിയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കോഫി ടേബിൾ ബുക്ക് പുറത്തിറക്കി. മുംബൈയിൽ നടത്തിയ ചടങ്ങിൽ ഭീമ ചെയർമാൻ ഡോക്ടർ B. ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ MS സുഹാസ്, ഡയറക്ടറായ
ജയ ഗോവിന്ദൻ എന്നിവർ ചേർന്നാണ് പുസ്തകം പുറത്തിറക്കിയത്. 1925 മുതലുള്ള ഭീമ ജ്വല്ലറിയുടെ ചരിത്രമാണ് ചിത്രങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും കോഫി ടേബിൾ ബുക്കിലൂടെ പറയുന്നത്. തങ്ങളെ നയിച്ച വിശ്വാസ്യതയുടെയും ഉപഭോക്താക്കളുമായുള്ള ബന്ധത്തിന്റെയും അടയാളമാണ് പിന്നിട്ട 100 വർഷങ്ങളെന്ന് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ പറഞ്ഞു. ഒരു ദിവസം 200 കോടി രൂപയുടെ വ്യാപാരം നടത്തിയ ജ്വല്ലറി എന്ന ഖ്യാതിയും അടുത്തിടെ ഭീമ ജ്വല്ലറിയെ തേടിയെത്തിയിരുന്നു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.